ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് വർക്ക്ഷോപ്പിന്റെ. അപ്പൊ നേരെ മേഘയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. അപ്പൊ അവിടെ എത്തി ഞങ്ങൾക്ക് തന്ന റൂം ഇങ്ങനെയായിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സംഭവം ഞങ്ങൾ ഇത്രയും നേരത്തെ അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തിരിച്ച് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളും വാസ് ഓക്കെ വിത്ത് ഇറ്റ്. എന്നിട്ട് ഞങ്ങള് വർക്ക്ഷോപ്പിന് പോവായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പസ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടു. പക്ഷെ പണി തീരാത്ത ബിൽഡിംഗ് ആണ്. അപ്പോൾ പഴയ ബിൽഡിംഗ് എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി, അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് കണ്ടു. നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. നല്ല മഴയും കൂടി ആയതുകൊണ്ട് നല്ലൊരു ഫീൽ കിട്ടി. നിറയെ മരങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഇടയ്ക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും വരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ ബാക്കിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാനോ ടെക്നോളജി ഉള്ളത്. അപ്പൊ ഞങ്ങള് അവിടെ എത്തി. എന്നിട്ട് അതിനുശേഷം നമുക്ക് അവര് നമ്മുടെ സൈനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിന് രജിസ്ട്രേഷൻ പോലെ നമ്മുടെ സൈനൊക്കെ കൊടുത്തു. പിന്നെ നമുക്കൊരു ഫയൽ തന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ബുക്ക്, പെന്ന്, പിന്നെ ഷെഡ്യൂളൊക്കെ ഉള്ള ഒരു പേപ്പറായിട്ട് അതും നമുക്ക് തന്നു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തിയത്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം പോയി വെയിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളെ ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവര്. അത് ക്ലിഫിലായിരുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. രാവിലത്തെ 2 സെഷൻ ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം ഉച്ചത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം നമുക്ക് ലാബ് സെഷൻ ആണ്. അപ്പോൾ നമുക്ക് വെറ്റ് കെമിസ്ട്രി ലാബായിരുന്നു ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. എല്ലാം നമ്മളെ ഹോൾ പീപ്പിളിനെ 4 ഗ്രൂപ്പായി തിരിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പ് പോയത് ഫസ്റ്റ് വെറ്റ് കെമിസ്ട്രി ലാബിലാണ്. അവിടെ പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങൾ അവർ കാണിച്ചു തന്നു. പിന്നെ നമുക്ക് ചായ ടൈമായി. ചായക്ക് ഞങ്ങൾക്ക് ചായയും സുഖിയനും ആയിരുന്നു, അത് തന്നു. അതിനുശേഷം നമ്മൾ റൂമിലെത്തിയപ്പോഴേക്കും റൂമൊക്കെ അവര് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു റൂമായിരുന്നു. അവരതിന് നമുക്ക് ചാർജ് ചെയ്തതും വളരെ കുറച്ച് പൈസയാണ്. ദിവസം 125 രൂപയെ ഞങ്ങൾക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് ഭയങ്കര സൗകര്യപ്രദമായി. പിന്നെ ഇവിടെ പോകുന്നാലോചിച്ചിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് KFC ഞങ്ങൾ കണ്ടുപിടിച്ചു. നമുക്ക് അവിടുത്തെ സ്ഥലം ഒന്നും അപ്പൊ തീരെ അറിയില്ലായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 4 കിലോമീറ്റേഴ്സ് അപ്പുറമായിരുന്നു KFC ഉണ്ടായത്. അപ്പൊ അവിടെ പോയി ഞങ്ങൾ തന്തൂരി ബർഗറാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ അവിടെ ഇങ്ങനെ പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ബർഗർ എത്തി. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള, നല്ല ടേസ്റ്റ്, അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക തരം ടേസ്റ്റുള്ള സോസും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തോന്നി. അപ്പൊ ഞങ്ങളത് ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നടന്നൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അറിയുന്നുണ്ടായിരുന്നില്ല, ജസ്റ്റ് കണ്ടു കയറി. അപ്പൊ ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി. പിന്നെ അതിനുശേഷം നേരെ ഫാൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയി. സച്ചുവിന് വള വാങ്ങണമെന്ന് വെച്ചിട്ടാണ് ഞാൻ കയറിയത്. അപ്പൊ വാങ്ങി വന്നപ്പോൾ എനിക്കും സച്ചുവിനും അമ്മയ്ക്കും ശില്പയ്ക്കും ഞങ്ങൾ എല്ലാവരും ഓരോ സെറ്റ് വീതം വാങ്ങി. എന്നിട്ട് ഞങ്ങൾ പിന്നെയും കുറച്ചു നേരം നടന്നു. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഏരിയ. നമ്മളൊരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ കടകളും ഇത്രയും നല്ലൊരു ഏരിയ നമുക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് നമ്മൾ നേരെ ഓട്ടോ വിളിച്ചു, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോയി. പിന്നെ അങ്ങ് റെസ്റ്റ് എടുത്തു. അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഹോൾ ഡേ. അപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ സെക്കൻഡ് ഡേ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.